നമസ്കാരം. നമ്മുടെ ട്രോളി ജാക്കിൻ്റെ മെയിൻ വാഷറിൻ്റെ ഒപ്പം സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റൽ പാർട്ടാണിത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്രാച്ച് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നിരന്തരമായ ഉപയോഗം മൂലം മെറ്റൽ വാഷറും ഇതൊക്കെ തേയ്മാനം വരുമ്പോൾ ഉണ്ടാകുന്ന മെറ്റൽ പാർട്സും അതും ഇതും പല കാരണം കൊണ്ടും ഇത് അങ്ങോട്ടും ഇവിടെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ഹെയർ ലൈൻ പോലത്തെ സ്ക്രാച്ചുകൾ ഉണ്ടാവും. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപദ്രവകരമായിട്ട് തോന്നില്ലെങ്കിലും നിരന്തരമായി ഇതുമ്പോൾ ഈ സ്ക്രാച്ചുകൾ പതുക്കെ വലുതാവുകയും പിന്നീട് ആ വാഷറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് നമ്മൾ സാധാരണ രീതിയിലുള്ള സീല് മാറ്റം കൊണ്ട് ജാക്കിൻ്റെ ലീക്ക് മാറാതെ വരും. അതുകൊണ്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ വന്ന് സീല് മാറി തരുന്ന ആളുകൾ ഉണ്ടാവും. അവർ പോയതിൻ്റെ പിറ്റേ ദിവസം കംപ്ലൈൻ്റ് ആവുമെന്ന് ആളുകൾ പറയുന്നത്. പോയതിൻ്റെ പിറ്റേ ദിവസം ഒന്നും കംപ്ലൈൻ്റ് ആവില്ല, 2-3 മാസം കൊണ്ടേക്കും വരുന്നത്. പക്ഷെ ഇതേപോലെ സ്ക്രാച്ചുകളുടെ സീല് വീഴുകയും ലീക്ക് ആകുകയും അതേപോലെ ലോഡ് പിടിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ ചെയ്യണം. ഇത് ലെയ്ത്ത് വർക്ക് ആവശ്യമുണ്ട്, ലെയ്ത്ത് വർക്ക് ചെയ്യണം. ആവശ്യമായ രീതിയിലുള്ള എല്ലാം ചെയ്ത ശേഷം മാത്രമേ നമ്മൾക്കിത് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ലീക്കാവും.